നമസ്കാരം. അധ്യാത്മരാമായണം ഗദ്യപാരായണം 15-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും കൂടെ സീതാന്വേഷണവുമായിട്ട് പോകുന്നതിനിടയിൽ സുഗ്രീവനെയും ഹനുമാനെയും കണ്ടു. ഇനി നമുക്ക് വായിക്കാനുള്ളത് സുഗ്രീവ സ്തുതിയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. സുഗ്രീവസ്തുതി. പണ്ടു ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് സാക്ഷാൽ ജഗത്പതിയും പരമാത്മാവുമായ നിന്തിരുവടിയെ കാണുവാനുള്ള യോഗം എനിക്കുണ്ടായത്. മോക്ഷം ലഭിക്കുന്നതിനായി നിർമ്മലന്മാർ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഭജിക്കുന്നു. മോക്ഷപ്രദനായ അങ്ങയെ എനിക്ക് ലഭിച്ചതിനാൽ മോക്ഷമല്ലാതെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. അങ്ങയുടെ മായയാൽ രചിക്കപ്പെടുന്ന പുത്രൻ, ഭാര്യ, ധനം, രാജ്യം തുടങ്ങിയവ നിഷ്ഫലവുമാണ്. അതുകൊണ്ട് ദേവേശ, എന്നിൽ പ്രസാദിക്കണേ. മണ്ണിനു വേണ്ടി ഭൂമി കുഴിച്ചപ്പോൾ നിധി ലഭിച്ചതുപോലെ ഭാഗ്യം കൊണ്ട് ആനന്ദാനുഭൂതി ഉളവാകുന്ന സർവവ്യാപിയായ പരമാത്മാവിനെ തന്നെ എനിക്കിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞു. ധർമ്മം, ദാനം, വ്രതാനുഷ്ഠാനം, തീർത്ഥസ്നാനം, തപസ്, യോഗം, സൽക്കർമ്മങ്ങൾ തുടങ്ങിയവ കൊണ്ട് ജീവിതക്ലേശങ്ങളെയെല്ലാം ഒഴിവാക്കാൻ കഴിയുകയില്ല. അങ്ങയുടെ ചരണങ്ങളിലുള്ള ഭക്തി കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. അങ്ങയുടെ തൃപ്പാദങ്ങൾ കാണാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ചത് അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അങ്ങയുടെ പാദകമലങ്ങളിൽ മനസ്സിനെ അല്പസമയമെങ്കിലും ഉറപ്പിക്കാൻ കഴിയുന്നവന് അനർത്ഥപ്രദമായ അജ്ഞാനമാകെ നീങ്ങും. മനസ്സിനെ അങ്ങയിൽ സ്ഥിരമാക്കി നിർത്തി ധ്യാനിക്കാൻ കഴിയാത്തവനും അതിഭക്തിയോടെ രാമ രാമ എന്ന് ജപിക്കുകയാണെങ്കിൽ അവൻ്റെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും. അവൻ പരിശുദ്ധനും നല്ലവനുമായി തീരും. അവൻ മദ്യപാനിയോ ബ്രഹ്മഘാതകനോ ആയാലും നാമജപം കൊണ്ട് പെട്ടെന്ന് മുക്തനായിത്തീരും. ഭാര്യ സുഖത്തിനും ശത്രുജയത്തിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയാനിധേ, എനിക്ക് മോക്ഷം ലഭിക്കുവാൻ ഭക്തിയല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. അങ്ങയുടെ ചരണങ്ങളിൽ ഭക്തി ഉണ്ടാകുവാനുള്ള മാർഗം ഉപദേശിച്ച് എൻ്റെ പാപത്തെ നശിപ്പിച്ചാലും പ്രഭു. ശത്രു, മിത്രം, മധ്യസ്ഥൻ എന്ന ഭേദചിന്ത എൻ്റെ മനസ്സിൽ നശിച്ചു കഴിഞ്ഞു. അങ്ങയുടെ തൃപ്പാദങ്ങൾ കാണാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കേവല ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ജഗത്പദേ, ഭാര്യാപുത്രാദികളോടുള്ള സംബന്ധം ഉളവാകുന്നത് അങ്ങയുടെ ശക്തിയേറിയ മായാപ്രഭാവത്താലാണ്. സീതാവല്ലഭ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ മനസ്സ് എപ്പോഴും ഉറച്ചിരിക്കണമേ. എന്നുടെ നാവ് എപ്പോഴും അങ്ങയുടെ നാമങ്ങൾ കീർത്തിക്കുന്നതിൽ മുഴുകണം. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ എൻ്റെ ഈ കൈകൾ കൊണ്ട് എപ്പോഴും അർച്ചന ചെയ്യാൻ കഴിയണം. അങ്ങയുടെ മനോഹര രൂപം എനിക്ക് നിത്യവും കാണാൻ കഴിയണം. അങ്ങയുടെ ചരിതങ്ങൾ എനിക്കെപ്പോഴും എൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കാൻ കഴിയണം. രഘുപതേ, അങ്ങയുടെ ക്ഷേത്രങ്ങൾ തോറും എൻ്റെ ഈ 2 പാദങ്ങൾ കൊണ്ട് എനിക്ക് എപ്പോഴും സഞ്ചരിക്കാൻ കഴിയണം. അങ്ങയുടെ പാദപാംസുക്കൾ ശരീരത്തിലെങ്ങും ധരിക്കുവാൻ കഴിയണം. എൻ്റെ ശിരസ്സുകൊണ്ട് അങ്ങയുടെ പാദങ്ങളെ നിത്യവും നമസ്കരിക്കാൻ ഇടയാകണം. ഈ വിധം തന്നെ പുകഴ്ത്തുന്ന സുഗ്രീവനെ സന്തോഷപൂർവം ശ്രീരാമൻ മാറോട് ചേർത്ത് പുണർന്നു. ശ്രീരാമൻ്റെ ശരീരസ്പർശമേറ്റ് പാപങ്ങളെല്ലാം ഇല്ലാതായ സുഗ്രീവനെ കരുണാനിധിയായ ഭഗവാൻ കാര്യലാഭത്തിനായി മായയാൽ മോഹിപ്പിച്ചു. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപനായ ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു, സുഹൃത്തേ, നീ പറഞ്ഞതൊക്കെ സത്യം തന്നെ. നീ ഒട്ടും വൈകാതെ ബാലിയെ യുദ്ധത്തിനായി വിളിക്കൂ. ബാലിയെ വധിച്ച് നിനക്ക് രാജ്യാഭിഷേകം നടത്തി നിന്നെ ഞാൻ പരിപാലിച്ചു കൊള്ളാം. ശ്രീരാമൻ പറഞ്ഞത് കേട്ട് സുഗ്രീവൻ കിഷ്കിന്ധാപുരി ലക്ഷ്യമാക്കി നീങ്ങി. സൂര്യവംശജന്മാരായ രാമലക്ഷ്മണന്മാരും 4 മന്ത്രിമാരും സുഗ്രീവനോടൊപ്പം നടന്നു. കിഷ്കിന്ധാപുരിയുടെ വാതിൽക്കലെത്തിയ സുഗ്രീവൻ യുദ്ധത്തിനായി ബാലിയെ വിളിച്ചു. ഈ സമയം രാമലക്ഷ്മണന്മാരും മന്ത്രിമാരും വൃക്ഷത്തിന് പുറകിൽ മിത്രഭാവേന മറഞ്ഞിരുന്നു. ബാലി കോപത്തോടെ അലറിക്കൊണ്ട് സുഗ്രീവൻ്റെ അടുത്തെത്തി. സുഗ്രീവൻ ബാലിയുടെ മാറിൽ കുത്തി. ഇന്ദ്രപുത്രനായ ബാലി സൂര്യപുത്രനായ സുഗ്രീവനെയും നിരവധി തവണ കുത്തി. പരസ്പരം കലിപൂണ്ട അവരുടെ യുദ്ധം ഭയാനകമായി തീർന്നു. കരുത്തന്മാരായ അവർ തമ്മിൽ ഒരേ രൂപത്തിൽ ചോര പുരണ്ട ശരീരത്തോടെ ഏറ്റുമുട്ടിയപ്പോൾ ബാലിയേത് സുഗ്രീവനേത് എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയാതെയായി. തൻ്റെ മിത്രമായ സുഗ്രീവൻ ആപത്ത് പറ്റുമോ എന്ന സംശയം കൊണ്ട് ശ്രീരാമൻ അസ്ത്രം പ്രയോഗിച്ചില്ല. ബാലിയുടെ മൃഷ്ടിപ്രഹരമേറ്റ് രക്തം ഛർദ്ദിച്ചുകൊണ്ട് സുഗ്രീവൻ പേടിച്ചോടി. ബാലി തൻ്റെ വസതിയിലേക്ക് മടങ്ങിപ്പോയി. ഭയഭീതനായ സുഗ്രീവൻ മരച്ചുവട്ടിൽ നിന്നിരുന്ന ശ്രീരാമചന്ദ്രനോട് ദുഃഖത്തോടെ പരുഷവാക്കുകൾ പറഞ്ഞു.
ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുക എന്നതായിരുന്നു അങ്ങയുടെ മനസ്സിൽ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വധാർഹനാണെങ്കിൽ അങ്ങ് തന്നെ അസ്ത്രം പ്രയോഗിച്ച് എന്നെ കൊന്നുകളഞ്ഞാലും സത്യം പ്രമാണമാണെന്ന് കരുതിയതും അങ്ങ് സത്യസന്ധനാണെന്ന് കരുതിയതും തെറ്റായിപ്പോയി. സുഗ്രീവൻ്റെ ഇത്തരം വാക്കുകൾ കേട്ടപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ ആശ്ലേഷിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, പ്രിയ സുഹൃത്തേ, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അത്യന്തം കോപത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തിരിച്ചറിയാതെ ബാണം പ്രയോഗിച്ചാൽ മിത്രവധം ഉണ്ടായാലോ എന്ന് കരുതിയാണ് ഞാൻ ബാണം പ്രയോഗിക്കാതിരുന്നത്. യുദ്ധം ചെയ്യുമ്പോൾ നിന്നെ തിരിച്ചറിയുന്നതിനായി നിനക്ക് ഒരു അടയാളം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ശത്രുവായ ബാലിയെ മടിയാതെ പോയി പോരിന് വിളിച്ചുകൊള്ളുക. ബാലിയുടെ മരണം അടുത്തിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചുകൊള്ളൂ. ഇത് സത്യം. ഞാൻ രാമനാണെങ്കിൽ എൻ്റെ വാക്ക് കള്ളമാവുകയില്ല. ഇപ്രകാരം തൻ്റെ മിത്രമായ സുഗ്രീവനെ ആശ്വസിപ്പിച്ചിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സുഗ്രീവൻ്റെ കഴുത്തിൽ ഒരു ഹാരം അണിയിച്ച് നീ യുദ്ധത്തിനായി അയക്കണം. ലക്ഷ്മണൻ ഒരു പൂമാല സുഗ്രീവൻ്റെ കഴുത്തിൽ അണിയിച്ച് സന്തോഷത്തോടെ യാത്രയാക്കി. ബാലിവധം. സുഗ്രീവൻ വീണ്ടും പോരിനായി ബാലിയെ വിളിച്ചു. കിഷ്കിന്ധാപുരത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് സുഗ്രീവൻ ക്രോധത്തോടെ സിംഹനാദം പുറപ്പെടുവിച്ചു. ഇത് കേട്ട് വിസ്മയം പൂണ്ട ബാലി യുദ്ധത്തിന് തയ്യാറായി വേഗത്തിൽ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായ താര കണ്ണീരോടെ ബാലിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് സംശയം കൂടാതെ പുറപ്പെടുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട്. യുദ്ധത്തിൽ പരാജിതനായ സുഗ്രീവൻ ഉടനെ തന്നെ വീണ്ടും പോരിനായി വരുന്നത് അവന് പിന്തുണയായി ഏതോ ബലവാനായി ഒരു സഹായി ഉള്ളതുകൊണ്ടാണ്. ഇത് കേട്ട് ബാലി താരയോട് പറഞ്ഞു, ബാലേ, നീ ശങ്കിക്കേണ്ട. എന്നെ നീ തടുക്കരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ബന്ധുവായി സുഗ്രീവൻ ആരാണുള്ളത്? അതിനാൽ എന്നോട് ആർക്കും വിരോധമുണ്ടാവാൻ കാരണവുമില്ല. അവന് ബന്ധുവായിട്ട് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയും ഞാൻ വധിക്കുന്നുണ്ട്. ഗോപുരദ്വാരത്തിൽ ശത്രു വന്ന് പോരിന് വിളിക്കുമ്പോൾ പേടിച്ചകത്തിരിക്കുന്നത് വീരന്മാർക്ക് ചേർന്ന പ്രവൃത്തിയാണ്. ശത്രുവിനെ കൊന്ന് ഞാൻ വേഗം മടങ്ങി വരാം. താരെ, നീ ധൈര്യമായിരിക്കുക. താര പിന്നെയും പറഞ്ഞു, വീരശിഖാമണേ, നീ കേട്ടുകൊള്ളൂ. നമ്മുടെ പുത്രനായ അംഗദൻ നായാട്ടിനായി കാനനത്തിൽ തനിയെ പോയപ്പോൾ കേട്ട ഒരു വാർത്ത അവൻ എന്നോട് പറഞ്ഞു. ഇത് കേട്ടിട്ട് അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിന് ശ്രീരാമൻ എന്നു പേരായ ഒരു മകനുണ്ട്. അദ്ദേഹം അനുജനായ ലക്ഷ്മണനോടും പത്നി സീതയോടും കൂടി വന്യഭോജനം കഴിച്ച് തപസ്സു ചെയ്യാനായി ദണ്ഡകാരണത്തിൽ വന്നിരുന്നു. ലക്ഷ്മി സമയായ സീതാദേവിയെ ദുഷ്ടനായ രാവണൻ എന്ന രാക്ഷസ രാജാവ് തട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മണനെയും കൂട്ടി സീതയെ അന്വേഷിച്ച് ശ്രീരാമൻ ഋഷ്യമൂകാചലത്തിൽ എത്തി. അവിടെ വെച്ച് ശ്രീരാമൻ സുഗ്രീവനെ കാണുകയും രണ്ടുപേരും ദുഃഖശാന്തിക്കു വേണ്ടി പരസ്പരം മിത്രമായിരിക്കാമെന്ന് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്യുകയും ചെയ്തു. ദേവേന്ദ്രപുത്രനായ ബാലിയെ കൊന്ന് കിഷ്കിന്ധയിൽ സുഗ്രീവനെ വാഴിക്കാമെന്ന് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു. സുഗ്രീവൻ സീതയെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാമെന്ന് രാമനോടും ശപഥം ചെയ്തു. ഈ വിധം അവർ അന്യോന്യം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെയാണ് സുഗ്രീവൻ ഇപ്പോൾ വീണ്ടും വന്ന് അങ്ങയെ പോരിന് വിളിക്കുന്നത്. ശത്രുതയെല്ലാം വെടിഞ്ഞ് അങ്ങ് സുഗ്രീവനെ യുവരാജാവായി വാഴിക്കും. ശ്രീരാമനെ ശരണം പ്രാപിച്ച് എന്നെയും അംഗദനെയും ഈ വംശത്തെയും രാജ്യത്തെയും രക്ഷിച്ചാലും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കരഞ്ഞും കാലുപിടിച്ചും താര ബാലിയെ നമസ്കരിച്ചു. ബാലി സംഭ്രമിക്കാതെ അവളെ പുണർന്നുകൊണ്ട് പറഞ്ഞു, നീ സ്ത്രീ സ്വഭാവം കൊണ്ടിങ്ങനെ പേടിക്കരുത്. പ്രിയേ, എനിക്ക് ഭയമേ ഇല്ല. ശ്രീരാമ ലക്ഷ്മണന്മാർ വന്നാൽ തീർച്ചയായും അവരെന്നോട് ചേരും. എന്നോളം സ്നേഹം രാമനോട് മറ്റാർക്കുമില്ല. രാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി ഭൂമിയിൽ നാരായണൻ അവതരിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഭഗവാന് പക്ഷഭേദമില്ല. പരമാത്മനും ഏകനും നിർഗുണനുമായ ഭഗവാന്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. സുഗ്രീവനേക്കാൾ എന്നെക്കൊണ്ട് അദ്ദേഹത്തിന് ഉപകാരമുണ്ടാകും. തന്നെ ഭജിക്കുന്നവരെ ഭഗവാൻ ഭജിക്കും. പരമാത്മാവായ ഭഗവാന് അനുഭാവമില്ല. എന്നോളം ഭക്തി മറ്റാർക്കുമില്ല. അതിനാൽ സുശീലെ, നീ ദുഃഖം വെടിഞ്ഞു വസിക്കുക. ഇപ്രകാരം താരയെ സമാശ്വസിപ്പിച്ചിട്ട് ബാലി ക്രോധത്തോടെ സുഗ്രീവനെ വധിക്കാനായി പുറപ്പെട്ടു. താര കണ്ണുനീർ തൂകിക്കൊണ്ട് അകത്തേക്ക് പോയി. ക്രുദ്ധനായി പല്ലുകടിച്ച് അലറിക്കൊണ്ട് നില്ലെന്ന് പറഞ്ഞ് ബാലി അടുത്തെത്തിയപ്പോൾ സുഗ്രീവൻ മുഷ്ടി ചുരുട്ടി ബാലിയെ പ്രഹരിച്ചു. ക്രുദ്ധനായ ബാലി സുഗ്രീവനെയും മുഷ്ടി ചുരുട്ടി ഇടിച്ചു. കൈകാലുകൾ തമ്മിൽ കോർത്തും
അന്യോന്യം പ്രഹരിച്ചും തലകൾ കൊണ്ട് പരസ്പരം അടിച്ചും കടിച്ചും ഊക്കോടെ വീണും ഉരുണ്ടും നഖങ്ങളാൽ മാന്തിപ്പറിച്ചും ചാടി വീണും കൂടെ കുതിച്ചും അടിച്ചും തടുത്തും വെല്ലുവിളിച്ചും കോപത്തോടെ അടുത്തു ചാടിയും വാടി വിയർത്തും മുഷ്ടിയുദ്ധം തുടർന്നപ്പോൾ കണ്ടു നിന്നവർ ആഹ്ലാദിച്ചു പുകഴ്ത്തി. കാലനും ശ്രീപരമേശ്വരനും തമ്മിലുണ്ടായ യുദ്ധം പോലും ബാലി സുഗ്രീവ യുദ്ധത്തിന് തുല്യമാവുകയില്ലെന്ന് കാണികൾക്ക് തോന്നി. രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുതുന്നത് പോലെയോ രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയോ തോന്നിച്ച ബാലി സുഗ്രീവ യുദ്ധം കണ്ടു നിന്നവർ ആർത്തു വിളിച്ച് പ്രശംസിച്ചു. ഏറെ നേരം പൊരുതിയിട്ടും ആർക്കും ക്ഷീണമുണ്ടായില്ല. ഇന്ദ്രൻ നൽകിയ മാല ബാലിയും ശ്രീരാമൻ നൽകിയ മാല സുഗ്രീവനും ധരിച്ചിരുന്നു. ആ വിധത്തിൽ ഇരുവരും തുല്യരായി. എന്നാൽ സുഗ്രീവന്റെ ശരീരത്തിൽ ഏറെ പരിക്കുകൾ പറ്റി. സുഗ്രീവന് ക്ഷീണം ബാധിക്കുകയും ചെയ്തു. സുഗ്രീവൻ ഖേദത്തോടെ ശ്രീരാമനെ നോക്കി. ബാലിയുടെ പ്രഹരമേറ്റ് സുഗ്രീവന് തളർച്ചയുണ്ടാവുന്നത് കണ്ട് ശ്രീരാമൻ ബാലിയുടെ മാറിടം ലക്ഷ്യമാക്കി മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് മഹേന്ദ്രമെന്ന അസ്ത്രം വിക്ഷേപിച്ചു. അസ്ത്രം വന്ന് മാറിൽ തറച്ച മാത്രയിൽ ബാലി ആർത്തനാദത്തോടുകൂടി നിലംപതിച്ചു. ആ സമയം ഭൂമി കുലുങ്ങി. അന്നേരം ഹനുമാൻ ശ്രീരാമനെ വണങ്ങി സ്തുതിച്ചു. മോഹാലസ്യപ്പെട്ടു വീണ ബാലി ബോധം തെളിഞ്ഞപ്പോൾ തലയുയർത്തി നോക്കി. വലതു കൈയിൽ ബാണവും ഇടതു കൈയിൽ വില്ലും ധരിച്ച് മരവുരി അണിഞ്ഞ് ആവനാഴി തോളിൽ തൂക്കി ജടാമകുടം ധരിച്ച് ചെറുപുഞ്ചിരി തൂകി മാരിടത്തിൽ വനമാലയും ധരിച്ച് ദീർഘങ്ങളും മനോഹരങ്ങളുമായ ഭുജങ്ങളുമായി കറുകനാമ്പിൻ്റെ ശരീരമുള്ള ശ്രീരാമൻ ലക്ഷ്മണ സുഗ്രീവ സേവിതനായി നിൽക്കുന്നത് കണ്ട് ബാലി ദുഃഖവും കോപവും കൊണ്ട് കലങ്ങിയ മനസ്സോടെ നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നീ എന്തിനെന്നെ കൊല ചെയ്തു? കള്ളന്മാരുടെ ധർമ്മം അവലംബിച്ച നീ രാജധർമ്മം കൈവെടിഞ്ഞതെന്തിന്? ഇതുകൊണ്ട് നിനക്ക് എന്തു കീർത്തിയാണ് ലഭിച്ചത്? നീ രാജവംശത്തിൽ ജനിച്ചവനല്ലേ? വീരധർമ്മം അനുസരിച്ച് കീർത്തി നേടാനാണെങ്കിൽ ആരായാലും നേരെ നിന്ന് പൊരുതി ജയിക്കണം. സുഗ്രീവൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഞാൻ നിനക്ക് എന്താണ് ചെയ്യാത്തത്? രാക്ഷസൻ അങ്ങയുടെ പത്നിയെ തട്ടിക്കൊണ്ടുപോയതിന് സുഗ്രീവനെ ശരണം പ്രാപിച്ചതുകൊണ്ടാണ് അങ്ങെന്നെ വധിച്ചതെങ്കിൽ എൻ്റെ പരാക്രമം അങ്ങ് കേട്ടറിഞ്ഞിട്ടില്ലേ? വീരനായ എൻ്റെ കയ്യൂക്കിനെപ്പറ്റി 3 ലോകങ്ങളിലും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ത്രികുടപർവ്വതത്തോടൊപ്പം ലങ്കാപുരിയെയും രാവണനെയും നിസ്സംശയം നിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ച് ആദരവോടെ ഞാൻ തൊഴുമായിരുന്നു. രഘുപതി, പരിശുദ്ധന്മാർ അങ്ങ് ധർമ്മിഷ്ഠനാണെന്ന് പറയുന്നു. കാരണമില്ലാതെ വെറും കാട്ടാളനെ പോലെ വന്ന് ഒരു വാനരനെ ചതിച്ചു കൊന്നിട്ട് അങ്ങേക്ക് എന്തു ധർമ്മമാണ് ലഭിച്ചത്? ഇതുകൊണ്ട് അങ്ങേക്ക് എന്ത് മാനം ലഭിച്ചു എന്ന് പറയൂ. വാനരൻ്റെ മാംസം ഭക്ഷ്യയോഗ്യമല്ല രാജാവേ. ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം? ഈ വിധം വളരെ നേരം ഭാഷണം ചെയ്ത ബാലിയോട് രഘുത്തമൻ പറഞ്ഞു: ഞാൻ ധർമ്മത്തെ രക്ഷിക്കുന്നതിനായി ആയുധവുമേന്തി നിർമത്സരം നടക്കുന്നു. പാപിയും അധർമ്മിഷ്ഠനുമായ നിന്റെ പാപം കളഞ്ഞ് ധർമ്മത്തെ രക്ഷിക്കുന്നതിനായി ഞാൻ നിന്നെ വധിച്ചു. പുത്രി, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, പുത്രഭാര്യ, അമ്മ എന്നിവർ തുല്യരാണെന്നാണ് വേദവാക്യം. മനസ്സിൽ മോഹത്തോടെ ഇവരിൽ ആരെയെങ്കിലും പരിഗ്രഹിക്കുന്നവൻ മഹാപാപിയാണ്. അതിനാൽ അവർക്ക് ദുഃഖമുണ്ടാകും. മര്യാദ കെട്ടവരെ ശൂരന്മാരായ രാജാക്കന്മാർ വധിച്ച് ധർമ്മത്തെ സ്ഥാപിക്കും. പരിശുദ്ധാത്മാവായ നീ ഇക്കാര്യം ചിന്തിക്കുക. ലോകവിശുദ്ധി വരുത്തുവാനായി ലോകരക്ഷകന്മാർ എല്ലായിടത്തും സഞ്ചരിക്കും. അവരോട് കൂടുതൽ പറഞ്ഞാൽ പാപം ചെയ്തവർക്ക് അതും കൂടി പാപമായി തീരും. ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ബാലിയുടെ മനസ്സ് ശുദ്ധമായി. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നറിഞ്ഞ ഉടൻ തമോ ഗുണം വെടിഞ്ഞ് ബാലി സംഭ്രമത്തോടും ഭക്തിയോടും കൂടി രാമനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു: രാഘവ, ഞാൻ ചെയ്ത അപരാധങ്ങൾ പൊറുക്കണേ. ശ്രീരാമ, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അറിയാതെ ഞാൻ പറഞ്ഞു പോയതെല്ലാം കാരുണ്യപൂർവ്വം അങ്ങ് ക്ഷമിക്കണം. അങ്ങയെയും കണ്ടുകൊണ്ട് അങ്ങയുടെ സമീപത്ത് അങ്ങയുടെ ശരമേറ്റ് ദേഹം ഉപേക്ഷിക്കാൻ എനിക്ക് അവസരമുണ്ടായത് മഹാഭാഗ്യം തന്നെ. ശ്രീപദേ, മഹായോഗികൾക്ക് പോലും മോക്ഷപ്രദനായ നിന്നെ ദർശിക്കുക പ്രയാസമാണ്. മരണസമയത്ത് നിന്റെ നാമങ്ങൾ ജപിക്കുന്നവന് മോക്ഷം ലഭിക്കും. അതിനാൽ അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ അമ്പേറ്റ് മരിക്കാൻ അവസരം ഉണ്ടായത് എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. ഈ ഭാഗ്യം മറ്റാർക്കെങ്കിലും ലഭിക്കുന്നതാണോ? അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും സീതാദേവി ലക്ഷ്മി ഭഗവതിയാണെന്നും ബ്രഹ്മദേവൻ്റെ അഭ്യർത്ഥന പ്രകാരം രാവണനെ നിഗ്രഹിക്കുന്നതിനായി അങ്ങ് ദശരഥപുത്രനായി ജനിച്ചിരിക്കുകയാണെന്നും ഞാൻ അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ പദത്തെ പ്രാപിക്കാൻ ഒരുങ്ങുന്ന എന്നെ
ദയാനിധി അനുഗ്രഹിക്കണം. എന്നെപ്പോലെ തന്നെ ബലവാനായ എൻ്റെ പുത്രൻ അംഗദൻ്റെ നേർക്ക് അങ്ങയുടെ വാത്സല്യം ഉണ്ടായിരിക്കണം. സുഗ്രീവനും അംഗദനും എനിക്ക് തുല്യരാണെന്ന് അങ്ങ് കരുതണം. ഈ അസ്ത്രം വലിച്ചൂരി അങ്ങയുടെ തൃക്കരങ്ങൾ കൊണ്ട് എന്നെ മെല്ലെ തലോടുകയും വേണം. ബാലിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ബാണം വലിച്ചെടുത്ത ശേഷം അവൻ്റെ ഉടലിൽ മെല്ലെ തലോടി. മാനവവീരനായ ശ്രീരാമൻ്റെ മുഖത്തു നോക്കിക്കൊണ്ട് ബാലി തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം യോഗീന്ദ്രന്മാർക്ക് പോലും പ്രാപിക്കാൻ പ്രയാസമുള്ള ഭഗവത്പദം പൂകി. ശ്രീരാമ പരമാത്മാവിനാൽ ബാലി വിഷ്ണുലോകം പൂകിയപ്പോൾ വാനരക്കൂട്ടം ഭയന്നോടി കിഷ്കിന്ധാപുരിയിലെത്തി താരയോട് പറഞ്ഞു, ശ്രീരാമ ബാണങ്ങളേറ്റ് കപീശ്വരൻ സ്വർലോകം പൂകിയിരിക്കുന്നു. താരെ, അംഗദകുമാരനെ അടുത്ത രാജാവായി വാഴിക്കുക. ഗോപുരവാതിലുകൾ നാലും പൂട്ടി നഗരത്തെ രക്ഷിക്കണം. ശത്രുക്കൾ നഗരത്തിൽ കടക്കാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നതിന് മന്ത്രിമാരെ നിയോഗിക്കണം. ബാലിയുടെ മരണവാർത്ത കേട്ട താര കണ്ണുനീർ വാർത്ത് മാറത്തലച്ചുകൊണ്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, ഇനി എനിക്ക് പുത്രൻ എന്തിന്, രാജ്യം എന്തിന്, ഭൂമിയിലെ വാസവും എനിക്ക് വേണ്ട. ഭർത്താവിനൊപ്പം തന്നെ ഞാനും മൃത്യുലോകം പോകുന്നുണ്ട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചെന്ന് രക്തവും പൊടിയും അണിഞ്ഞു കിടക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ ശരീരം കണ്ടപ്പോൾ താര മോഹാലസ്യപ്പെട്ടു വീണു. പുത്രനോടുകൂടെ ഏറെ ദുഃഖിതയായി ഭർത്താവിൻ്റെ കാൽക്കൽ വീണുകിടന്ന് അവൾ പലതും പറഞ്ഞ് കരയാൻ തുടങ്ങി. നീ ഒരു ബാണമെയ്ത് എന്നെ കൂടി വധിക്കൂ. എൻ്റെ പ്രാണനാഥനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഭർത്താവിനൊപ്പം എന്നെ യാത്രയാക്കിയാൽ ഒരു കന്യാദാനത്തിൻ്റെ പുണ്യം നിനക്ക് ലഭിക്കും. രഘുപതേ, ഭാര്യാവിയോഗ ദുഃഖം നീയും അറിഞ്ഞതല്ലേ. സുഗ്രീവ, നീ രാജ്യഭോഗങ്ങളോടെ ദുഃഖവും തീർത്ത് രുമയുമായി വാഴുക. താരോപദേശം. ഇപ്രകാരം പറഞ്ഞു കരയുന്ന താരയോട് തത്വജ്ഞാനം ഉപദേശിച്ച് ഭർത്തൃവിരഹ ദുഃഖം കളയാനായി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നീ എന്തിനു വെറുതെ ദുഃഖിക്കുന്നു? ഞാൻ പറയുന്നത് കേൾക്കൂ. നീ ഇപ്രകാരം ദുഃഖിക്കേണ്ട കാര്യമില്ല. നിന്റെ ഭർത്താവ് ദേഹമാണോ ജീവനാണോ? സത്യം എന്നോട് പറയൂ. പഞ്ചഭൂതാത്മകമായ ശരീരം, ത്വക്ക്, മാംസം, രക്തം, അസ്ഥി എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും ജഡവുമാണ്. ചലനമില്ലാത്ത വിറകുകൊള്ളി പോലെയുള്ളതാണ് ശരീരം. ജീവനാകുന്ന ആത്മാവ് ദുഃഖരഹിതനാണ്. ജനന മരണങ്ങളില്ലാത്ത ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കരുത്. ആത്മാവ് നിൽക്കുകയുമില്ല, നടക്കുകയുമില്ല, ദുഃഖത്തിന് വിഷയവുമല്ല. സ്ത്രീ, പുരുഷൻ, നപുംസകം എന്നീ ഭേദങ്ങളും ശീതോഷ്ണങ്ങളും ആത്മാവിനില്ല. സർവവ്യാപിയായ ജീവൻ ഏകനും അദ്വയനുമാണ്. രൂപഭേദങ്ങളില്ലാത്ത ഇത് ആകാശം പോലെ അലേപകനാണ്. ശുദ്ധവും ജ്ഞാനാത്മകവുമായ നിത്യതത്വത്തെ ചിന്തിച്ച് ദുഃഖിക്കുന്നതെന്തിന്? ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് താര രാമനോട് പിന്നെയും ചോദിച്ചു, ദയാനിധേ, ചലനമറ്റ വിറകുകൊള്ളി പോലെയുള്ളതാണ് ശരീരമെന്നും സച്ചിദാത്മകനായ ജീവൻ നിത്യനാണെന്നും അങ്ങ് പറഞ്ഞു. സുഖദുഃഖങ്ങളുമായുള്ള ബന്ധം ആർക്കാണെന്നുള്ളതുമെല്ലാം പറഞ്ഞു തന്നാലും. താരയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പറഞ്ഞു, ധന്യേ, അത്യന്തം രഹസ്യമായിട്ടുള്ള ആ കാര്യം ഞാൻ പറയാം, നീ കേട്ടുകൊള്ളൂ. ദേഹം, ഇന്ദ്രിയങ്ങൾ, ഞാനെന്ന ഭാവം എന്നീ ഭേദചിന്തകളോട് ബന്ധമുള്ളിടത്തോളം കാലം അവിവേകം നിമിത്തം ആത്മാവിന് സംസാരബന്ധമുണ്ടായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മിഥ്യയായ ഈ ജീവിതം തനിയെ പിന്തിരിഞ്ഞു പോകും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മിഥ്യയായ ഈ ജീവിതം തനിയെ പിന്തിരിഞ്ഞു പോവുകയില്ല. ഇന്ദ്രിയ വിഷയങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ അവസ്ഥ എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്വപ്നദർശനവേളയിൽ അത് മിഥ്യയാണെന്ന ബോധം അവനുണ്ടാകുന്നില്ല. ജാഗ്രതാവസ്ഥയിൽ സ്വപ്നം മിഥ്യയായിരുന്നു എന്നറിയുന്നു. അതുപോലെ പരമാർത്ഥമായ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് സ്വപ്ന സമാനമായ മിഥ്യകളെ തിരിച്ചറിയുക. അനാദിയായ മായയുമായുള്ള ബന്ധം നിമിത്തം ഞാനെന്ന ഭാവത്തിനും അർത്ഥമില്ലാത്ത മായാമയമായ സംസാര ബന്ധമുണ്ടാകുന്നു. സംസാരം രാഗവും രോഷവും കലർന്നതാണ്. മനസ്സാണ് സംസാരത്തിന് കാരണം. മനസ്സിനാണ് ബന്ധമുണ്ടാകുന്നത്. ആത്മാവും മനസ്സും തുല്യമായി കരുതുന്നവർക്ക് മനസ്സിനുണ്ടാകുന്ന ബന്ധം ആത്മാവിൻ്റേതുമാകുന്നു. രക്തവർണ്ണമുള്ള വസ്തുക്കളുടെ സാന്നിധ്യത്താൽ ശുദ്ധമായ സ്ഫടികത്തിനും വർണ്ണവസ്തുവിൻ്റെ നിറമുള്ളതായി വരും. വാസ്തവത്തിൽ സ്ഫടികത്തിന് നിറമുണ്ടായിരിക്കുകയില്ല. നീ സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കൂ. ബുദ്ധി, ഇന്ദ്രിയങ്ങൾ മുതലായവയുടെ സാമീപ്യം നിമിത്തം ആത്മാവിന് സംസാരബന്ധമുണ്ടാകുന്നു. ആത്മാവിനോട് തുല്യമായ ലക്ഷണങ്ങളുള്ള മനസ്സിനെ താൽപ്പര്യത്തോടെ സ്വാംശീകരിച്ച്
സ്വത്വാദി ഗുണത്രയത്താൽ ബദ്ധനായി മനോഗുണാനുസൃതമായ ആഗ്രഹങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് അവശനായി ആത്മാവ് സംസാരത്തിൽപ്പെട്ടുഴലുന്നു. ആദിയിൽ സത്വാദികളായ മനോഗുണങ്ങളെ സൃഷ്ടിച്ചിട്ട് വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നിങ്ങനെ ഭേദമുള്ളവയും അതനുസരിച്ച് ശക്തിയുള്ളവയുമായ വേദോക്ത കർമ്മങ്ങളെയും രചിച്ചു. ഈ കർമ്മങ്ങൾക്ക് അധീനനാകുന്ന ജീവൻ പ്രളയകാലം വരെയും വിവിധ ശരീരങ്ങൾ സ്വീകരിച്ച് ചുറ്റിത്തിരിയുന്നു. പിന്നീട് സകലതും നശിക്കുന്ന പ്രളയകാലത്തും ജീവൻ അനാദിയായ മായയ്ക്കധീതനായി അഭിനിവേശത്താൽ മാറി നിൽക്കുന്നു. വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ പൂർവ്വവാസനയ്ക്കനുസരിച്ച് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഘടീയന്ത്രം പോലെ വീണ്ടും വീണ്ടും ജനിക്കുന്നു. മായാശക്തി കൊണ്ടുണ്ടാകുന്ന ഈ ജനന മരണ ചക്രത്തെ തടയാൻ ആർക്കു കഴിയും? പുണ്യസമ്പത്ത് കൊണ്ട് സജ്ജന സംസർഗം ലഭിക്കുന്ന ഭക്തനായ ശാന്താത്മാവിൻ്റെ ബുദ്ധി എൻ്റെ നേർക്ക് തിരിയുന്നു. അതോടെ ഭഗവത് കഥകൾ കേൾക്കാൻ അവന് ശ്രദ്ധയുണ്ടാകും. പിന്നീട് തത്വബോധമുണ്ടാകുന്നു. സദ്ഗുരുവിൻ്റെ പ്രസാദം കൊണ്ട് മനസ്സിൽ അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ സൂക്തങ്ങളുടെ അർത്ഥബോധമുണ്ടാകുന്നു. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ ഇവയിൽ നിന്ന് ഭിന്നമായ ആത്മാവ് സത്യവും ആനന്ദമയവും അദ്വയവും നിത്യവുമാണ്. ഈ വിധത്തിൽ ആത്മസ്വരൂപം അറിയുന്നവൻ മുക്തനായിത്തീരും. ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. ഈ വിധത്തിൽ ചിന്തിക്കുന്നവന് സംസാര ദുഃഖം ഉണ്ടാവുകയില്ല. സുന്ദരി, നീയും എൻ്റെ ഈ വാക്കുകൾ മനസ്സിലാക്കി മായാമോഹങ്ങൾ ഉപേക്ഷിക്കൂ. കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് മോചനം നേടി നിർമ്മല ബ്രഹ്മത്തിൽ ലയിക്കുക. കഴിഞ്ഞ ജന്മത്തിലും നിന്റെ മനസ്സിൽ എൻ്റെ നേർക്ക് വലിയ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് മുൻപിൽ എൻ്റെ രൂപം ഞാൻ കാട്ടിത്തന്നത്. നീ ദുഃഖം വെടിഞ്ഞ് എൻ്റെ ഈ രൂപത്തെ ധ്യാനിക്കുകയും എൻ്റെ വാക്കുകൾ ചിന്തിക്കുകയും ചെയ്താൽ തീർച്ചയായും നിനക്ക് മോക്ഷം ലഭിക്കും. ഞാൻ പറഞ്ഞത് കള്ളമല്ല. ശ്രീരാമൻ ഇപ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ താര വിസ്മയത്തോടെ അദ്ദേഹത്തെ വണങ്ങി. അവളുടെ മോഹം ഇല്ലാതാവുകയും മനസ്സ് തെളിയുകയും ചെയ്തു. ദേഹാഭിമാന നിമിത്തമുള്ള ദുഃഖവും ഇല്ലാതായി. ആത്മാനുഭൂതി കൊണ്ട് സന്തുഷ്ടയായ അവൾ ആത്മബോധത്തിൽ ജീവൻ മുക്തയായി. മോക്ഷപ്രദനായ ശ്രീരാമനോട് അല്പസമയത്തേക്കുണ്ടായ സംഗമം കൊണ്ട് ഒരു നാരിയായ താര പരമഭക്തയായി മായാബന്ധങ്ങളൊഴിഞ്ഞ് മുക്തയായി തീർന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടു നിന്ന സുഗ്രീവനും അജ്ഞാനം നശിച്ച് വിജ്ഞാനം നേടി അതിസ്വസ്ഥനായി ഭവിച്ചു. ഇനി നമുക്ക് വായിക്കാനുള്ളത് സുഗ്രീവ രാജ്യാഭിഷേകമാണ്. അത് നമുക്ക് നാളെ വായിക്കാം. നമസ്തേ.